നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. തലോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാർ ഓണം ആഘോഷിച്ചു. വൈക്കം ഡിവൈഎസ്പി ടി.ബി. വിജയൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഴയകാല ഓണത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ജോലി സമ്മർദ്ദങ്ങളുടെ പിരിമുറുക്കത്തിൽ നിന്നും മാറി നിൽക്കാൻ ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. SHO വിപിൻ ചന്ദ്രൻ ഓണ സന്ദേശം നൽകി. SIമാരായ ജയകുമാർ, സുധീരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അത്തപ്പൂക്കളം, വടംവലി, കരോക്കെ ഗാനമേള, കലാകായിക മത്സരങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. കൂടാതെ മുഖ്യമന്ത്രിയുടെ അവാർഡ് ലഭിച്ച ഉദ്യോഗസ്ഥനെയും ഡിപ്പാർട്ട്മെന്റിലെ വിവിധ തലങ്ങളിൽ മികവ് പുലർത്തിയ ഉദ്യോഗസ്ഥരെയും യോഗത്തിൽ ആദരിച്ചു. ഇല്ലാതെ ഏറ്റവും സഹോദര്യത്തോടു കൂടിയ ഒരു ആഘോഷമാണ് ഓണം. അപ്പം അത് നമ്മൾ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പൊതുജനങ്ങൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക് ഓണം ആഘോഷിക്കുവാനുള്ള ഒരു വലിയ ഒരു കരുതൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, കുട്ടികളെയൊക്കെ കൂടുതൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് മുതിർന്ന ആൾക്കാരെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെയൊക്കെ വേദിയിലേക്ക് നടന്നകലുന്നവരാണ് ശരിക്കും നമ്മുടെ ആ പ്രായമുള്ളത്. അവർക്ക് ഓരോ നിമിഷങ്ങളും സങ്കടങ്ങളാണ്. അത് എത്ര സമ്പന്നതയുണ്ടെങ്കിലും ആ ജീവിതത്തിൻ്റെ ആ ഒരു മനോഹരമായ നിമിഷങ്ങൾ അടർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ വലിയ ഇതാണ്. നമ്മൾക്കൊക്കെ ആ മേഖലയിലേക്ക് കടന്നു തന്നെ പറ്റും. അപ്പം പ്രായമുള്ളവരെ ചേർത്ത് പിടിച്ച് പറ്റുമെങ്കിൽ അവരെ പുറത്തു കൊണ്ടുപോയി അവരുടെ ആ മാനസികമായ തലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തെ സന്തോഷം അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുമ്പോഴാണ് ഒരു വലിയ സന്തോഷം നമ്മൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരുടെയും ആ ഒരു ലക്ഷ്യം അതുകൂടി ഉൾപ്പെടുത്തണം. വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആ സന്തോഷത്തിലേക്ക് നമ്മൾ ചെന്ന് അവരെ ഉയർത്താനുള്ള ഒരു ശ്രമം കൊണ്ടാണ്. ഓണം എന്ന് പറയുന്നത് മലയാളിക്ക് ഒരു വൈകാരികമാണ്. വൈകാരികമായ കാര്യം കൂടുതൽ തന്നെയാണ് നമ്മൾ ഈ ഡ്രസ്സെല്ലാം വെച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് ഓണത്തിന് മുമ്പും ഏത് കാര്യം പറഞ്ഞാൽ എനിക്ക് ഓണം കഴിഞ്ഞു. ഓണത്തിന് അത്രയും പ്രാധാന്യമാണ് നിലനിർത്തിക്കുന്നത്. മലയാളിക്ക് കിട്ടുന്ന കൂട്ടിവയ്ക്കുന്ന ഓരോ ചില്ലിക്കാശും കൂട്ടിവെച്ച് ഓണത്തിന് വേണ്ടി മാത്രം അത് ഡ്രസ്സിനായാലും മറ്റു മാർക്കറ്റിലായാലും എന്തിനൊക്കെ ചെലവഴിച്ച് സന്തോഷകരമായി പോകുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം എല്ലാവർക്കും സന്തോഷവും സമൃദ്ധവുമായി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ജോലിയുടെ ഒരു സ്വഭാവം എന്തൊക്കെ പറഞ്ഞാലും ഒരു യൂണിഫോമിറ്റി ഉണ്ടെന്ന് പറയുമ്പോഴും ഓരോരോ മേലുദ്യോഗസ്ഥർ വരുന്നതിനനുസരിച്ച് നമ്മുടെ ജോലിയുടെ രീതികളും സ്വഭാവങ്ങളും മാറും. അത് മറ്റുള്ള എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ്. അത് മറ്റേത് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു ഗോൾഡൻ ഇറ തന്നെയാണ്. കാരണം വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ കഴിയും. പാറയ്ക്കൽ തട്ടാവേലി തീരദേശ റോഡിന്റെ തീരസംരക്ഷണ പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. വെള്ളൂർ പഞ്ചായത്തിന്റെ 12ാം വാർഡിലെ പാറയ്ക്കൽ നിവാസികൾക്ക് തട്ടാവേലി, വടകര ഭാഗങ്ങളിലൂടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഏക ആശ്രയമായിരുന്നു മൂവാറ്റുപുഴ ആറിനോട് ചേർന്നുള്ള പാറയ്ക്കൽ. തട്ടാവേലി തീരദേശ റോഡ് 2021 മുതൽ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ ആറ്റിലേക്ക് ഇടിഞ്ഞുപോയിരുന്നു. നിർമ്മാണോദ്ഘാടനം വൈക്കം MLA CK ആശ നിർവഹിച്ചു. വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിക അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ TS ശരത്, കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ PK, MK ഹരിദാസ്, PP ഷാജി, മനു കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങ് നിർമ്മാണ ചടങ്ങ് ഇതിനു മുൻപും നമ്മളൊരു ഡേറ്റ് കണ്ടിരുന്നതാണ്. പക്ഷേ നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം ആരാധ്യനായ നേതാവ് സഖാവ് VS നമ്മളോട് വിട പറഞ്ഞ സാഹചര്യത്തിലാണ് അന്നത്തെ ആ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് വീണ്ടും പിന്നീട് അതികഠിനമായ മഴ വരികയും നമുക്ക് തീരമാണ് കിട്ടുന്നത്, വലിയ പുഴയുടെ തീരമാണ് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു സമയബന്ധിതമായി അതിൻ്റെ ഉദ്ഘാടനം നടത്തി, അല്ലെങ്കിൽ ആ തീരം കെട്ടുന്നതിനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് അവിടെ സാധ്യമല്ലാതെ പോയി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അല്പം ഈ നിർമ്മാണം വൈകാനുണ്ടായ സാഹചര്യം. എങ്കിലും ഇപ്പോൾ മഴ ഇങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്താമെന്ന് തീരുമാനിക്കുകയും വളരെ സന്തോഷപൂർവ്വം തന്നെ പാറയ്ക്കൽ തട്ടാവേലി തീരദേശ റോഡിൻ്റെ തീര സംരക്ഷണാർത്ഥം
സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള 1 കോടി രൂപയുടെ പദ്ധതി നിർവഹണം ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ആപ്പാഞ്ചിറ മാന്നാറിൽ മോഷ്ടാക്കളുടെ വിളയാട്ടം എന്ന പ്രദേശവാസികൾ വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് മോഷണം പോയതായി പരാതി. മാന്നാറിൽ മറ്റൊരിടത്തു നിന്നും പെട്ടിയും പറയും മോഷണം പോയി. തിങ്കളാഴ്ച വെളുപ്പിന് മാന്നാർ ഗുരുദേവ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ബിജുവിന്റെ വീട്ടുമുറ്റത്തിരുന്ന ബൈക്കാണ് മോഷണം പോയത്. ബിജുവും കുടുംബാംഗങ്ങളും രാത്രി 12 മണിക്ക് ശേഷമാണ് ഉറങ്ങാൻ കിടന്നതെന്നും രാവിലെ മകൻ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ വെളുപ്പിന് 4 മണിക്ക് നോക്കുമ്പോഴാണ് ബൈക്ക് മോഷണം പോയതായി അറിയുന്നത്. രാവിലെ തന്നെ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതായും ബിജു പറഞ്ഞു. മാന്നാർ ക്ഷേത്രത്തിൽ നിന്നും താഴികക്കുടവും ചെമ്പ്, ഉരുളി, സമീപത്തെ വീടുകളിൽ നിന്ന് വലിയ ചെമ്പും, പാടത്തെ മോട്ടോർ തറയിൽ നിന്ന് മോട്ടറും പെട്ടിയും പറയും, വീടുകളിൽ നിന്ന് ചേന ഉൾപ്പെടെയുള്ളവ മോഷണം പോയിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. സംഭവത്തിൽ യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഈ പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ പോലീസിന്റെയും എക്സൈസിന്റെയും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ വേണമെന്നും ആവശ്യം ഉയരുകയാണ്. വെളുപ്പിനെ അമ്പലത്തിൽ പോകാൻ നോക്കുമ്പോൾ നമ്മുടെ മുറ്റത്തിരുന്ന ബൈക്ക് കാണുന്നില്ല. ഇന്നലെ രാത്രി 12 മണി വരെ ഞങ്ങളിവിടെ വർത്താനം പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം മോന് അമ്പലത്തിൽ പോകാൻ നേരത്ത് വെളുപ്പിനെ 4 മണി ആയപ്പോൾ നോക്കിയപ്പോഴത്തേക്കും വണ്ടി മുറ്റത്തില്ല. പാർക്ക് ചെയ്ത ബൈക്ക് മോഷണം പോയിരിക്കുകയാണ്. ഞങ്ങൾ ഉടനെ തന്നെ കടുത്തുരുത്തി സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഉൾപ്പെടെ ഇവിടെ വന്നു. അവരന്വേഷിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നാളുകളായിട്ട് മാന്നാർ പ്രദേശങ്ങളിൽ മാസങ്ങളോളമായിട്ട് മോഷണങ്ങളുടെ ഭയങ്കര ഇതായിരിക്കുകയാണ്. ഇവിടെ ഈ ചുറ്റുവട്ടവും കഞ്ചാവും മദ്യപാനവും എല്ലാം പല സ്ഥലങ്ങളിലും ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. ചെമ്പുപാത്രങ്ങൾ ഉൾപ്പെടെ ഈ കഴിഞ്ഞിടെ അമ്പലത്തിന്റെ നാഴികക്കുടം ഉൾപ്പെടെ മോട്ടോർവേന്ന് ഒത്തിരി വയറും മോട്ടോർ സാധനങ്ങളും ഒത്തിരി നഷ്ടപ്പെടുന്നുണ്ട്. ആര് കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയി ഒന്നും അറിയാൻ പാടില്ല. ഇന്ന് 4 മണി ആയപ്പോഴാണ് ഞങ്ങൾ അറിയണ ഈ സാധനം മോഷണം പോയെന്ന്. പലയിടത്തുനിന്നും ചെമ്പു, ചേന, അതും ഇതും ഒക്കെ കാണാതെ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയണുണ്ട്. പക്ഷെ ഇത് ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ല. ഇത് വർഷങ്ങളായി ഈ വാതികയിരിക്കണ ബൈക്കായിരുന്നു. പക്ഷെ ഇന്നലെ 4 മണി ആയപ്പോ കൊച്ചമ്പലത്തിൽ പോകാൻ നോക്കുമ്പോൾ ബൈക്കില്ല ഇവിടെ. വഞ്ചന കേസിലെ പ്രതി പാലാ പോലീസിന്റെ പിടിയിൽ. ഉഴവൂർ സ്വദേശി ശ്രീജിത്ത് KS ആണ് പിടിയിലായത്. 2023 ജൂലൈ 1 മുതൽ 2023 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ വയോധികയെ പരിചയപ്പെട്ട രോഗാവസ്ഥയിലുള്ള അമ്മയുടെ ചികിത്സയ്ക്കായി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച കുടക്കച്ചിറയിലുള്ള ഡിവൈൻ മേഴ്സി റിട്ടയർമെന്റ് ഹോമിലെത്തി പലപ്പോഴായും വളയും മോതിരവും സ്വർണവും കുരിശും ഉൾപ്പെടെ 8 പവൻ ആഭരണങ്ങളും 15,000 രൂപയും വാങ്ങി തിരികെ കൊടുക്കാതെ 4 ലക്ഷം രൂപയോളം തട്ടിയെടുത്തു കളഞ്ഞ കേസിലാണ് ശ്രീജിത്ത് KS പോലീസിന്റെ പിടിയിലായത്. പാലാ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുഭാഷ് വാസു, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോബി, അനിഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ അന്വേഷണത്തിന് സാങ്കേതിക സമിതി രൂപീകരിച്ച ആരോഗ്യവകുപ്പ്. കെട്ടിടം തകരാനുള്ള സാഹചര്യം സമിതി പരിശോധിക്കും. ആശുപത്രി കെട്ടിടങ്ങളുടെ ബലപരിശോധന നടത്താൻ ആവശ്യമെങ്കിൽ IIT, NIT എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുടെ സഹായം തേടാനും നിർദ്ദേശമുണ്ട്. PWD വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആശുപത്രികളിൽ പരിശോധന തുടരുകയാണ്. എല്ലാ സർക്കാർ ആശുപത്രി കെട്ടിടങ്ങളുടെ ബലക്ഷയം സംബന്ധിച്ച പരിശോധന നടത്തും. പൊളിക്കേണ്ടവ ഉണ്ടെങ്കിൽ കണ്ടെത്തി ഉടൻ പൊളിച്ചു മാറ്റാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ ബലക്ഷയം സംബന്ധിച്ച് PWD വിഭാഗം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനം. നീന്തൽ പരിശീലന പദ്ധതി സ്വിം കേരള സ്വിം 3ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള കടൽ സുരക്ഷാ അവബോധ ക്ലാസും നീന്തൽ പരിശീലനവും അർത്തുങ്കൽ ബീച്ചിൽ അരങ്ങേറി. കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന മുങ്ങിമരണങ്ങളെ പ്രതിരോധിക്കുവാൻ മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി ഫക്കാനയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. മൈൽസ്റ്റോൺ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് VS ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. പെരുമശ്ശേരി ക്ഷേത്രക്കുളത്തിൽ വൈക്കം നഗരസഭയുടെയും വേമ്പനാട് സ്വിമ്മിംഗ് അക്കാദമിയുടെയും ഡൽഹി വൈക്കം മലയാളി സംഘത്തിന്റെയും പൂർണ്ണ സഹകരണത്തോടെയാണ് സ്വിം കേരള സ്വിം 3ാം ഘട്ടം പൂർത്തിയാക്കിയത്. സാഹസിക നീന്തൽ താരം SP മുരളീധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കോസ്റ്റൽ പോലീസ് അർത്തുങ്കൽ യൂണിറ്റ് SI ജോസഫ്,
കടൽ സുരക്ഷയെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് നൽകി. പോലീസ് സേനാംഗം തോമസ് ടി ജെ, മൈൽസ്റ്റോൺ സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ ആർ പൊന്നപ്പൻ, സ്വിം കേരള സ്വിം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു, അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് സൊസൈറ്റി രക്ഷാധികാരി ബാബു ആന്റണി, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖമായ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിലേക്ക് നീന്തി കയറി മുന്നേറാൻ എല്ലാ പിന്തുണയും പിൻബലവും നൽകുന്നത് അമേരിക്കൻ മലയാളികളുടെ ഏറ്റവും പ്രമുഖമായ സംഘടനയായ ഫൊക്കാനോയാണ്. ഫൊക്കാനോയുടെ എല്ലാ പ്രവർത്തകർക്കും മലയാളത്തെ അത്രമേൽ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന, മലയാളത്തിന്റെ മണ്ണിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, ചെയ്യുന്നുണ്ട്. ഫൊക്കാനോയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ. അവർക്കും ലോകത്തിന്റെ അങ്ങറ്റമിരിക്കുമ്പോഴും മലയാളത്തിന്റെ മണ്ണിനെ സ്നേഹിക്കുന്ന അവർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേരുന്നു. കടലിന്റെ മീതെ, വെള്ളത്തിന്റെ മീതെ നീന്താൻ പഠിക്കുന്ന ഒരു അഭ്യാസം കരയിൽ വെച്ച് നമ്മൾ പഠിച്ചിരിക്കണം, അതിജീവിക്കണമെങ്കിൽ അത് വളരെ ആവശ്യം. കാര്യം ജീവിതത്തിൽ തന്നെ നീന്തിയാണ് നമ്മൾ എത്ര മിക്കവാറും എല്ലാവരും. പുനർനിർമ്മിച്ച പൂവത്തോട് സെന്റ് തോമസ് ഇടവക ദേവാലയത്തിന്റെ കൂദാശാകർമ്മം സെപ്റ്റംബർ 7 ഭാരവാഹികൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറിങ്ങാട് കൂദാശകർമ്മം നിർവഹിക്കും. രൂപത മുൻ മെത്രാൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, ചിക്കാഗോ രൂപതയുടെ മുൻ അധ്യക്ഷൻ എന്നിവർ സന്നിഹിതരായിരിക്കും. സെപ്റ്റംബർ 7 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 അഭിവന്ദ്യ പിതാക്കന്മാർക്ക് സ്വീകരണം നൽകും. തുടർന്ന് ദേവാലയ കൂദാശ, വിശുദ്ധ കുർബാന എന്നിവ നടക്കും. 2023 ജൂലൈ 3 ശിലാസ്ഥാപനം നടത്തിയ ദേവാലയത്തിന്റെ നിർമ്മാണം 2 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 1887 ഏപ്രിൽ 17 ഇടവക രൂപീകൃതമായത്. വികാരി ഫാദർ ജേക്കബ് പുതിയ പറമ്പിൽ, കൈക്കാരന്മാരായ ജോസ് ജോസഫ് ഞായർകുളം, പ്രസാദ് ദേവസ്യ, പി ജെ സെബാസ്റ്റ്യൻ, ജോജോ ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൂവത്തോട് സെന്റ് തോമസ് ചർച്ചിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം സമാപിച്ചിരിക്കുന്നു. ഈ വരുന്ന 7 തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് അതിന്റെ കൂദാശകർമ്മം നടക്കുകയാണ്. അഭിമന്യ മാർ ജോസഫ് കല്ലറിങ്ങാട് പിതാവ് കൂദാശകർമ്മം നിർവഹിക്കുന്നു. സഹകരണത്തിനായി അഭിമന്യ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, മാർ ജേക്കബ് അങ്ങാടിയത്ത് എന്നീ പിതാക്കന്മാർ സന്നിഹിതരായിരിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. വാർത്തകൾ പൂർണ്ണമായി. നമസ്കാരം.